മാനന്തവാടി MLA OR കേളു അല്പസമയത്തിനകം മന്ത്രിയായി ചുമതലയേൽക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നു. രാജ്ഭവനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയത്തിനകം സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. സത്യപ്രതിജ്ഞയ്ക്കായി OR കേളു കുടുംബസമേതം അവിടെ രാജ്ഭവൻ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ചുമതലയേൽക്കുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി സ്പീക്കറും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും അവിടെ എത്തിയിട്ടുണ്ട്. മറ്റ് കക്ഷി നേതാക്കൾ CPM-ന്റെ അടക്കം മുതിർന്ന നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മാനന്തവാടി MLA വയനാട്ടിൽ നിന്നുള്ള CPM-ന്റെ മുഖമാണ്. പ്രത്യേകിച്ച് ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള CPM-ന്റെ പട്ടിക വർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ മന്ത്രി കൂടിയാണ്. വയനാട്ടിൽ നിന്ന് ഈ പിണറായി വിജയൻ സർക്കാരിലേക്കുള്ള ആദ്യ മന്ത്രി കൂടി. OR കേളു ദീർഘകാലത്തെ പൊതുപ്രവർത്തന പരിചയവും ജനപ്രതിനിധിയായുള്ള പരിചയവുമായിട്ടാണ് മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. കെ രാധാകൃഷ്ണൻ, ആലത്തൂരിൽ MLA ആയിരുന്ന കെ രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് പോയ ഒഴിവിലാണ്, അദ്ദേഹത്തിൻ്റെ രാജിവെച്ച ഒഴിവിലാണ് ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് OR കേളുവിന് അവസരമൊരുങ്ങുന്നത്. അലക്സ് റാം മുഹമ്മദ് ഉണ്ട്. അലക്സ്, എപ്പോഴാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്? അതിൻ്റെ വിശദാംശങ്ങൾ. ഗോകുല, കൃത്യം 4 മണിക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുക. 500ഓളം പേരാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുക. രാജ്ഭവനിൽ ഒരുക്കിയ പ്രത്യേക വേദിയിലാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. മന്ത്രിസഭയിലെ മന്ത്രിമാരെല്ലാം എത്തിയിട്ടുണ്ട്. നേരത്തെ ചില വിവാദങ്ങളുണ്ടായിരുന്നു. അതായത് OR കേളുവിന് നേരത്തെ കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്ന വകുപ്പുകളെല്ലാം നൽകിയില്ല, ദേവസ്വം നൽകാത്തത് മോശമായി പോയി തുടങ്ങിയ വിമർശനങ്ങൾ പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിച്ചിരുന്നു. പക്ഷേ പ്രതിപക്ഷവും പോലും സത്യപ്രതിജ്ഞയ്ക്ക് സഹകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതുപോലെ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ രാജ്ഭവനിൽ എത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. OR കേളു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോട് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ മറ്റു ജനപ്രതിനിധികൾ, MLA-മാർ, അതുപോലെ തന്നെ മേയർ അടക്കമുള്ളവരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഈ ചടങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അത് കഴിഞ്ഞ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ഒരു ചെറിയ ചായ സൽക്കാരം ഉണ്ടാകും. അത് കഴിഞ്ഞായിരിക്കും പ്രധാനമായി കൈകാര്യം ചെയ്തിരുന്നത്. മറ്റൊന്ന് പാർലമെന്ററി കാര്യ വകുപ്പ്. ഈ 3 വകുപ്പുകളും കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്നതാണ്. അദ്ദേഹം ആലത്തൂരിൽ നിന്ന് മത്സരിച്ച പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. തുടർന്നാണ് CPM പകരം മന്ത്രി ആലോചിക്കുന്നത്. നേരത്തെ 1ാം പിണറായി വിജയൻ സർക്കാരിലും 2ാം പിണറായി വിജയൻ സർക്കാരിലും വയനാട് നിന്നൊരു മന്ത്രി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. വയനാട്ടിൽ I request your permission to present him. OR കേളു എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവുമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. OR കേളു എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ല എന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു.
OR കേളു പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിന്റെ മന്ത്രിയായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. ഇപ്പോൾ സഗൗരവം അദ്ദേഹം സത്യപ്രതിജ്ഞ ചൊല്ലിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, OR കേളു ഇവരെ വേദിയിൽ കാണും. ഒപ്പം പ്രതിപക്ഷ നേതാവ് അടക്കം സംസ്ഥാന മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾ, സ്പീക്കർ, CPM നേതാക്കൾ, മറ്റ് കക്ഷി നേതാക്കളൊക്കെയും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അലക്സ്, പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം സാന്നിധ്യം ഈ ചടങ്ങിനുണ്ടെന്ന് മനസ്സിലാക്കുന്നു. OR കേളു തന്നെ പറയാറുണ്ട്, വയനാട്ടിലടക്കം എല്ലാ പ്രതിപക്ഷ കക്ഷികളുടെ അടക്കം പിന്തുണ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഇടയിൽ സ്വീകാര്യതയുള്ള ഒരു നേതാവ് കൂടിയാണ് OR കേളു, അല്ലേ? ഗോകുൽ, തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ, പ്രതിപക്ഷം പൂർണ്ണമായി സഹകരിച്ചിരിക്കുന്നു സത്യപ്രതിജ്ഞയ്ക്ക് എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്, ഉപപ്രതിപക്ഷ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്, സ്പീക്കർ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്, മുഖ്യമന്ത്രി, മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാർ, MLA മാർ, അതുപോലെ മറ്റു ജനപ്രതിനിധികൾ, തെരഞ്ഞെടുക്കപ്പെട്ടവർ തുടങ്ങി ഉദ്യോഗസ്ഥലത്തിൽ നിന്ന് ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയിരുന്നത് അല്പം മുമ്പ്, നിമിഷങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. OR കേളുവും പട്ടികജാതി പട്ടികവർഗ ക്ഷേമകാര്യ മന്ത്രിയായി സംസ്ഥാനത്തെ പിണറായി വിജയൻ സർക്കാരിലെ പട്ടികജാതി വകുപ്പ് മന്ത്രിയായി OR കേളു സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. സൗഗൗരവമാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇനി അതിനുശേഷം ഒരു ചെറിയൊരു ചായ സൽക്കാരം അവിടെ സ്വാഭാവികമായി ഉണ്ടാകും. മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കമുള്ളവർ, ഗവർണർ അടക്കമുള്ളവർ ആ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തതിന് ശേഷം അവിടെ നിന്ന് പുറത്തേക്ക് വരും. OR കേളുവിനൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഈ ചടങ്ങിന് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സമയത്ത് അറിയാൻ കഴിയുന്നു അദ്ദേഹം ഇന്ന് തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ ചുമതല ഏറ്റെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ചില വിവാദങ്ങൾ, നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചിരുന്നു, ചില വിവാദങ്ങൾ ഉയർന്നിരുന്നു. അത് നേരത്തെ മുൻ മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണൻ വഹിച്ചിരുന്നു. ചുമതല ഏറ്റിരുന്ന വകുപ്പുകളെല്ലാം OR കേളുവിന് നൽകിയില്ല, അത് പട്ടികജാതി പട്ടികവർഗ ക്ഷേമകാര്യം മാത്രമാണ് OR കേളുവിന് നൽകിയെന്ന ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പക്ഷെ അതൊന്നും കാര്യമാക്കേണ്ടതില്ല എന്നാണ് OR കേളുവിന്റെ പ്രതികരണം. അദ്ദേഹം പ്രതികരിക്കുന്നത് അത് വലിയൊരു വകുപ്പാണ്, ആ വകുപ്പിനെ വില കുറച്ച് കാണേണ്ട കാര്യമില്ല എന്നാണ് OR കേളു പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത്തരത്തിൽ പൂർണ്ണമായി അദ്ദേഹം, അതായത് സർക്കാരിന്റെ നടപടികൾക്കനുസരിച്ച് തന്നെ നിയോഗിച്ച കാര്യങ്ങൾ ചെയ്യാൻ താൻ സന്നദ്ധനാണ്, താൻ ഒരുക്കമാണ്, തന്റെ ചുമതല നിർവഹിക്കാൻ താൻ ഒരുക്കമാണ് എന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ വയനാട്ടുകാരെ സംബന്ധിച്ച് ഏറ്റവും ആവേശം നൽകുന്ന കാര്യം കൂടിയാണ്, മാനന്തവാടിയിൽ അദ്ദേഹം വാർഡ് അംഗമായി തുടങ്ങിയതാണ് അദ്ദേഹം, അതായത് സാധാരണ ഒരു മെമ്പറായി, പഞ്ചായത്ത് രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ OR കേളു പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിന്റെ മന്ത്രിയായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. ആ സത്യപ്രതിജ്ഞ ചടങ്ങാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത്. ഇനി ചായ സൽക്കാരമുണ്ട്. സത്യപ്രതിജ്ഞ ചടങ്ങിലും മുഖ്യമന്ത്രിയും ഗവർണറും പങ്കെടുക്കുമ്പോഴും ഇരുവരും തമ്മിൽ യാതൊരുവിധ ഒരു ചിരി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നില്ല എന്നതും ശ്രദ്ധേയമായ കാഴ്ചയായി. ഏതായാലും പ്രതിപക്ഷ നേതാക്കളടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മുമ്പ് വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട് K രാധാകൃഷ്ണൻ്റെ ചില വകുപ്പുകൾ മറ്റ് VN വാസവനും ഒപ്പം തന്നെ MP രാജേഷും നൽകിയതുമായി ബന്ധപ്പെട്ടൊക്കെ വിവാദങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റിവെച്ച് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. VA ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി രാജ്ഭവനിൽ നിന്ന്. ഗിരീഷ്, ചടങ്ങിൽ എല്ലാ കക്ഷികളുടെയും പ്രതിപക്ഷത്തിന്റെ അടക്കം സാന്നിധ്യമുണ്ടായിരുന്നു, അല്ലേ? സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരുടെ പ്രാതിനിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു രാജ്ഭവനിൽ നടന്ന ചടങ്ങ്. ലളിതമായ എന്നാൽ പ്രൗഢമായ ചടങ്ങാണ് സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയത്. ഒരു സദസ്സാണ് എത്തിയത്. മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ, സ്പീക്കർ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ ഉപനേതാവ് തുടങ്ങിയവർ എല്ലാവരും തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തി എന്നുള്ളത് ഏറെ പ്രത്യേകതയുള്ളതാണ്. കാരണം കഴിഞ്ഞ സത്യപ്രതിജ്ഞാ ചടങ്ങ് KV ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി ചുമതലയേൽക്കുമ്പോൾ പ്രതിപക്ഷം ആ ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു. എന്നാൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇത്തവണ പ്രതിപക്ഷം ഈ ചടങ്ങിൽ സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ, അതോടൊപ്പം തന്നെ OR കേളുവിന്റെ ജില്ലയായ വയനാട് നിന്നുള്ളവർ, കാരണം അവരെല്ലാം തന്നെ വലിയ സന്തോഷത്തിലായിരുന്നു. കാരണം പിണറായി മന്ത്രിസഭയിൽ ഒരുപക്ഷെ എന്നുള്ളതല്ല, പിണറായി മന്ത്രിസഭയിൽ ആദ്യമായാണ് വയനാട്ടിൽ നിന്ന് ഒരു പ്രാതിനിധ്യം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് രണ്ടാം തവണ സംസ്ഥാനത്ത് ഒരു മന്ത്രി ഉണ്ടാകുന്നു. അത് കോൺഗ്രസ് നിന്നുള്ള PK ജയലക്ഷ്മിക്ക് ശേഷം
ശേഷം OR കേളു പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് രണ്ടാമത്തെ മന്ത്രിയായി ചുമതലയേൽക്കുന്നു. ഇതെല്ലാം വയനാടുകാരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളായിരുന്നു. സ്വാഭാവികമായും വയനാട് നിന്നെത്തിയവർ, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ, ഘടകകക്ഷികളുടെ മുതിർന്ന നേതാക്കൾ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ എല്ലാവരും തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തി എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് അവസാനിച്ചിരിക്കുന്നു. ജനനേതാക്കളും അതോടൊപ്പം തന്നെ പാർട്ടി നേതാക്കന്മാരും എല്ലാം തന്നെ OR കേളുവിനെ പൂച്ചെണ്ട് നൽകി അഭിനന്ദിക്കുകയാണ് ഇപ്പോൾ. ശരി, 2000-ൽ തിരുനെല്ലി പഞ്ചായത്ത് അംഗമായി തുടങ്ങിയ പൊതുപ്രവർത്തന ജീവിതം അല്ലെങ്കിൽ ജനപ്രതിനിധിയായ ജീവിതം അത് എത്തി നിൽക്കുന്നത് സംസ്ഥാനത്തിൻ്റെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിൻ്റെ മന്ത്രിയായി OR കേളു ഇപ്പോൾ ചുമതലയേറ്റിരിക്കുന്നു. വയനാട് ഏറെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഒരു സത്യപ്രതിജ്ഞ ചടങ്ങാണ് ഇപ്പോൾ പൂർത്തിയായത്. ഏതായാലും വയനാടിന് ഏറെ പ്രതീക്ഷയുണ്ട്. പട്ടികവർഗ വിഭാഗത്തിനടക്കം തങ്ങളുടെ പ്രതിനിധി മന്ത്രിയാകുമ്പോൾ ഏറെ പ്രതീക്ഷകളുണ്ട്.